ഉണ്ടല്ലോ ഒരുപാട് പേര് ജോയിൻ ചെയ്യാൻ. ലേറ്റ് കമേഴ്സ് ആണോ? Morning, ma'am. ഗുഡ് മോർണിംഗ്. ഇത്രയും കുട്ടികളുണ്ടാവാറുള്ള 37? അല്ല, ഇനിയുണ്ടല്ലേ, ഒരുപാട് പേര് വരാനുണ്ടോ? അപ്പൊ ഓക്കെ, വരുന്നവര് വരട്ടെ. നമുക്ക് എന്തായാലും ക്ലാസ് തുടങ്ങണം. ഓക്കെ, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ആൾ. വരുന്നവരൊക്കെ നമുക്ക് വഴിയിലിട്ട് പിടിക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ന് എൻ്റെ അല്ല, ഇടയ്ക്കിടയ്ക്ക് ഓടി വരേണ്ട. ഇതിനാ ടൈം ടേബിൾ ഒരു ക്ലാസ് അല്ലേ തന്നിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചില ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചില ദിവസങ്ങളിൽ വേണ്ടി വരും അല്ലെ. എല്ലാവരും ഹെൽത്ത് വൈസ് ഓക്കെ അല്ലാത്തത് കൊണ്ടോ ചിലപ്പോഴൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ വന്നാലും നമുക്ക് ടൈം ടേബിൾ ഉണ്ടാവൂലേ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ. പെട്ടെന്ന് ചില അഡ്ജസ്റ്റ്മെന്റുകൾ വേണം. എന്തായാലും നിങ്ങളുടെ ക്ലാസ് പോകാൻ പാടില്ലല്ലോ. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ അന്നേരം ചിലപ്പോൾ ഓടി ചിലപ്പോൾ കേട്ടിങ് വരും. എന്തായാലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് തുറന്നു നോക്കാം. ആരെ കാണുമ്പോൾ ടീച്ചറിന്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഓ ഇതിന്റെ ചാപ്റ്റർ കൊണ്ടാണല്ലോ എന്നേന്ന്. അപ്പോഴേക്കും നിങ്ങൾ അതൊക്കെ പോയി റെഡി ആകാം. അതിനാണ് ഈ 1-2 മിനിറ്റ് ഒക്കെ തന്നെ. വേഗം പോയിട്ട് അതൊക്കെ എടുത്തു വെക്കുക. ആൻഡ് നമ്മള് ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല. അഗെയിൻ റിമൈനിങ് ഉണ്ട് കുറച്ചും കൂടി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരെ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റാ പറഞ്ഞത്? സാനില ഒന്ന് പറയാമോ? സാനില എന്നല്ലേ പേര്? എന്ന് പറഞ്ഞേ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മാത്രം? ഹെപ്പറ്റോളജി, ഗൈനക്കോളജി, ഒബ്സ്ട്രക്സിസ്, ന്യൂറോളജി, നെഫ്രോളജി, ന്യൂക്ലിയർ മെഡിസിൻ, ഓങ്കോളജി. അത് തന്നെയാണ് എല്ലാവർക്കും. ഓങ്കോളജി വരെ ഞാൻ പറഞ്ഞു എന്നാണ് സാനില പറയുന്നത്. എന്തെങ്കിലും ഇതിന്റെ അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? എന്തിനാ ഇത് ചോദിക്കണെന്ന് വെച്ചാൽ കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തമ്മിൽ കാണുക. അപ്പൊ എനിക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു കണക്ഷൻ അതൊന്ന് എന്താ പറയാ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അവിടെ വരെ അല്ല എന്നാ. ഇതിന അവിടെ വരെയാണോ? ഇതിന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് വരെ നമ്മൾ പറഞ്ഞു എന്നാണ് അല്ലേ? അല്ല, പിന്നെ ഇവിടെ വരെ ബിബിന പറയാമോ? എവിടെ വരെ എടുത്തു നമ്മള്? എല്ലാവരും ഒപ്പൊക്കെത്തണോട്ടാ. അപ്പൊ ഓടി ചില ആൾക്കാർ ബാക്കിലായി പോകരുത്. ഓങ്കോളജി വരെയാന്നാണ് സനിലയും പറഞ്ഞത്, സഫീറയും പറയുന്നു, ബിബിന പറയുന്നു. എവിടെ വരെ എടുത്തുന്നത് ബിബിന? റിപ്ലൈ. ഓങ്കോളജി വരെ എടുത്തുന്നാണ് നമ്മളും പറഞ്ഞേ. ഓക്കെ, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് വരെ നമ്മൾ പറഞ്ഞു അല്ലെ. എന്തിനാണ്? വാട്ട് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് മെന്റ് ഫോർ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സവിത പറയാമോ? എന്തിനു വേണ്ടിയിട്ടുള്ളതാ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്? ചോദിക്കുന്നവര് ഒന്ന് വേഗം ഒന്ന് സൗണ്ട് ഓൺ ആക്കി പറഞ്ഞേ. സൗണ്ട് ഒന്ന് കേൾക്കാനാണ് നിങ്ങളുടെ. ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. യെസ്, വെരി ഗുഡ്. ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി. ഓങ്കോളജിയുടെ ചില ഡിഫറെന്റ് ആയിട്ടുള്ള മേജർ ഏരിയാസ് പറയുന്നുണ്ട്. വാട്ട് ആർ ദേ? അബിത നിങ്ങളുടെ സൗണ്ട് മനോഹരമായി സൗണ്ട് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇത് സൗണ്ട് എല്ലാവരും കേട്ടിട്ട് മടുത്തുണ്ടാവേ. അബിത ഉണ്ടോ? ഇല്ല, അല്ലെങ്കിൽ പറയില്ലാന്നാണോ? അനുപമ അറിയാമോ?
Which are the three major areas of Medical oncology? oncology, surgical oncology, radiation oncology. Yes, medical oncology, surgical oncology and radiation oncology. ഓരോ ഓങ്കോളജിയും ഡിഫറെന്റ് ആണ്. അതിന്റെ ആ ഒരു കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് വൈസ് ഓരോന്നിലും വ്യത്യസ്തതകളുണ്ട് അല്ലെ. What do you mean by medical oncology? എന്ത് കാര്യമാണ് മെഡിക്കൽ ഓങ്കോളജിയിൽ നടക്കുക? ജസ്ന അറിയാമോ? പറയാം. Treatment of cancer with medicine including chemotherapy. Very good. Treatment of cancer with medicine. ഈ മെഡിസിൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് അതിനകത്ത് കീമോതെറാപ്പിയും കൂടി ഉൾപ്പെടുന്നു. അപ്പൊ കീമോതെറാപ്പിയും അതുപോലെ തന്നെ മെഡിസിൻസും മാത്രം പ്രൊവൈഡ് ചെയ്ത് ക്യാൻസറിനെ ഇല്ലാതാക്കുക, അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് മെഡിക്കൽ ഓങ്കോളജിയിൽ വരിക. സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്ന ഒരു ഓങ്കോളജി നമ്മൾ പഠിച്ചു. ആദിത്യ, എന്താണത് സർജിക്കൽ ഓങ്കോളജി? ആദിത്യ വഴിയെ പോയപ്പോ കയറിയതാണെന്ന് വിചാരിച്ചിട്ടാണോ? പറയാമോ? What do you mean by surgical oncology? Surgical aspects of cancer including biopsy and surgical of tumor. അതായത് സർജറി ഉൾപ്പെടുന്നത് അതാണ്. അപ്പൊ സർജിക്കൽ ആസ്പെക്ട്സ് ക്യാൻസറിനകത്ത് എന്താ പറയാ എന്തെങ്കിലും തരത്തിലുള്ള സർജറി ഒക്കെ നടത്തി ചിലപ്പോ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയക്കണം. അതിനെയാണ് നമ്മള് ബയോപ്സി എന്ന് വിളിക്കുക. അപ്പൊ ബയോപ്സിയും അതുപോലെ തന്നെ ഈ ട്യൂമേഴ്സ് ഒക്കെ റിസെക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിനൊക്കെ ഉടച്ച് അല്ലെങ്കിൽ മുറിച്ച് അല്ലെങ്കിൽ എന്താ പറയാ റിമൂവ് ചെയ്തൊക്കെ കളയുന്ന സർജറി കൂടി ഉൾപ്പെടുന്ന ട്രീറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഏരിയക്ക് അങ്ങനെ പേര് വന്നത് സർജിക്കൽ ഓങ്കോളജി എന്ന്. അപ്പൊ സർജറി ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത്. ഓക്കെ, ആൻഡ് വൺ മോർ, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഏതായിരുന്നു അത്? നമ്മളിപ്പോ മെഡിക്കൽ ഓങ്കോളജി പറഞ്ഞു, സർജിക്കൽ ഓങ്കോളജി പറഞ്ഞു, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ആര്യ പറയാമോ? Radiation oncology. Radiation oncology. What do you mean by it? എന്താണ് റേഡിയേഷൻ ഓങ്കോളജിയുടെ പ്രത്യേകത? അവിടെ എന്താ നടക്കുക? Radiation therapy uses carefully targeted and regulated doses of high energy radiation to kill cancer cells. Yes, in order to kill cancer cells. ക്യാൻസറിന്റെ കോശങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈ എനർജി ഉള്ള റേഡിയേഷൻ റേസ് ആണ് കടത്തിവിടുന്നത് നമ്മുടെ ശരീരത്തിലേക്ക്. അപ്പൊ റേഡിയേഷൻ എന്ന് പറയുന്ന വളരെ ഡോസ് ആയിട്ടുള്ള നല്ല ഹൈ ഡോസ് ഉള്ള ഒരു എന്താ പറയുക റേസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ശരീരത്തിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ എന്താ പറയാ ഏത് ഭാഗത്താണ് നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഭാഗങ്ങളിൽ എവിടെയാണോ ക്യാൻസറിന്റെ ആ ഒരു ഇതുള്ളത് അതിലേക്ക് അത് കടത്തിവിട്ട് പാസ് ചെയ്യിപ്പിച്ച് ആ ക്യാൻസർ സെൽസിനെ കൊല്ലുക എന്നുള്ള നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്ന ഏരിയ ഉള്ളത്. അപ്പൊ ഇങ്ങനെ 3 രീതിയുണ്ട്, 3 ഏരിയാസ് ഓഫ് ഓങ്കോളജി. അത് ഓരോന്നിലും സ്പെഷ്യലൈസ് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാമോ? കാരണം ഈ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ ഓർഗൻസിനെ ഒക്കെ ഇന്ന് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമായി മാറി. അപ്പൊ ഓരോന്നിലും സ്പെഷ്യലൈസ് ചെയ്യാൻ. ഇപ്പൊ മെഡിസിൻ മാത്രം പ്രൊവൈഡ് ചെയ്ത് ആ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയ പേഷ്യൻസ് ആണെങ്കിൽ അങ്ങനെയുള്ളവരെ ആ ഒരു ഏരിയയിൽ ട്രീറ്റ് ചെയ്യാം അല്ലെ. ഇനി അത് സർജറിയിലൂടെ മാത്രമേ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിഭാഗത്തിലുള്ള പേഷ്യൻസിനെ അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് അവിടെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാം. റേഡിയേഷൻ തന്നെ കൊടുത്തിട്ട് അവരുടെ ക്യാൻസർ സെൽസിനെ നമുക്ക് കിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനെ മാറ്റി അവിടെ അവർക്കത് ആ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ആ ഒരു പ്രത്യേക ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയാ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. ട്രീറ്റ്മെന്റിന്റെ സൗകര്യങ്ങൾ കൂടി നോക്കിയിട്ടാണ് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കുഴച്ച് എല്ലാ ട്രീറ്റ്മെന്റ് വരുന്നത് എല്ലാം ഈ ക്യാൻസറിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും കൂടി നമുക്ക് ഇതിനകത്ത് മിങ്കിൾ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ മേജർ ആയിട്ടുള്ള 3 ഏരിയാസ് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജിയാണ്. ഓക്കെ, അപ്പൊ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വീണ്ടും ഒന്നുകൂടി പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? പകുതി പേരുണ്ടായിരുന്നില്ല നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോ. ഐ തിങ്ക് 35 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതൊരു 64 ആയി. 66 എന്ന് പറയുമ്പോൾ ഞാനും ഈ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടുമാണ്. അല്ലാതെ വന്നപ്പോ ബാക്കി പകുതി ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്താ. പക്ഷെ അങ്ങനെ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. നമുക്ക് ഉള്ള ഒരു ടൈം ഉണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് ഒന്ന് നോക്കാം കേട്ടോ. സോ ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഒഫ്താൽമോളജി. എന്താണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്? Ophthalmology. Ophthalmology is the department which deals with the investigation and also treatment of many eye problems and eye disorders in adults and children. കുട്ടികൾക്കും
പ്രായപൂർത്തിയായവർക്കും ഉണ്ടാകുന്ന കണ്ണിന്റെ പ്രശ്നങ്ങള്, കണ്ണിന്റെ ഡിസോർഡേഴ്സ്, ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഇനി ഒഫ്താൽമോളജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്? കണ്ണ് സംബന്ധമായിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ കണ്ണിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തും വൈവിധ്യങ്ങളുണ്ട്. ഈ കണ്ണിന്റെ എന്താ പറയാ പല കാര്യങ്ങളുണ്ട്. കാഴ്ചക്കുറവുണ്ടാവാം, ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ്, കണ്ണിന്റെ എന്തെങ്കിലും സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, അങ്ങനെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. പിന്നെ എന്താ പറയാ നമ്മളൊരു ഇതിലേക്ക് നോക്കുമ്പോൾ, ഇപ്പൊ നമ്മളൊരു കാര്യത്തിലേക്ക്, ഒരു വസ്തുവിലേക്ക്, ഒരു തിങ്ങിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് നോക്കുന്നതിന്റെ രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും ചിലര്, അല്ലെ? നമ്മൾ എവിടേക്കാണ് നോക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ പറയാ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറൽ ആയിട്ടുള്ള ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്. നമുക്ക് സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ, ഇപ്പൊ ചിലർക്ക് കണ്ണിന്റെ ചൊറിച്ചിലായിരിക്കാം, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതായിരിക്കാം, അല്ലെ, കണ്ണ് ചുവന്നിരിക്കുന്നതായിരിക്കാം. അപ്പൊ അതിന്റെ റീസൺസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഈ പറയുന്ന ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ദെൻ ലേസർ ട്രീറ്റ്മെന്റുകൾ, അല്ലെ, കണ്ണിന്റെ ഒരു പരിധി വരെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ന് ട്രീറ്റ് ചെയ്യുന്നത് ലേസർ ട്രീറ്റ്മെന്റ്സിലൂടെയാണ്. ലേസർ ഒക്കെ കടത്തി വിട്ടിട്ടാണ്. അപ്പൊ ഒത്തിരി ന്യൂ മൊഡാലിറ്റീസ് ഓഫ് ടെക്നോളജീസ് ഇന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ മേഖലയിലും. അപ്പൊ ഏറ്റവും എന്താ പറയാ ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഇങ്ങനെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഭാഗമാണ്. പണ്ടൊക്കെ കണ്ണിന്റെ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് കണ്ണട വെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് കണ്ണടയൊക്കെ വലിച്ചു ദൂരെ കളഞ്ഞിട്ട് കണ്ണട ഉപയോഗിക്കാതെ തന്നെ നമ്മളുടെ കണ്ണിന്റെ കാഴ്ചയും മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്ന ഒത്തിരി ട്രീറ്റ്മെന്റുകൾ എന്ന് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ലേസർ ട്രീറ്റ്മെന്റ്. ലേസർ ട്രീറ്റ്മെന്റുകളൊക്കെ ഇത്ര സമയം കൊണ്ടൊക്കെ മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കണ്ണട ഊരി മാറ്റി വെക്കുന്ന രീതിയിൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഒപ്റ്റോമെട്രി. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ സൗണ്ടില്? ആർക്കെങ്കിലും സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലെ? ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഓക്കെ, ദെൻ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നതാണ്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ്, വിച്ച് ഇൻവോൾവ്സ് ദ എക്സാമിനിങ് ഓഫ് അവർ ഐസ്. നമ്മുടെ കണ്ണുകൾ പരിശോധിക്കുക, ആൻഡ് മാത്രമല്ല നമ്മുടെ കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ പരിശോധിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കണ്ണിന്റെ അബ്നോർമാലിറ്റീസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ട്രീറ്റ്മെന്റ്. അത് അവരാണ് ആ പ്രൊഫഷൻ, ആ ഒരു കാര്യം മാത്രം പ്രത്യേകം എടുത്ത് പഠിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തൊട്ട് മുന്നില് ഓങ്കോളജിയിൽ പറഞ്ഞ പോലെ, അതിന്റെ തൊട്ട് മുന്നില് ഗൈനക്കോളജിയിൽ പഠിച്ചതുപോലെ ഓരോ സ്പെഷ്യൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ആളുകൾ, ഡോക്ടേഴ്സ് പഠിക്കുന്നുണ്ട്. കാരണം എവിടെയാണോ കൂടുതൽ ഡിസീസസുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളത് അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് കൂടിയാണ് ഇന്ന് ആളുകൾ സ്പെസിഫൈ ചെയ്ത് ഓരോ മേഖല എടുത്ത് പഠിക്കുന്നത്. അല്ലാതെ എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നു, അത് തന്നെ ഞാനും പഠിക്കുന്നു, അതിലർത്ഥമില്ല, അല്ലെ? അങ്ങനെയുണ്ടോ? അങ്ങനെയാണോ? നമ്മളിപ്പോ പറയില്ലേ, ചില ബിസിനസ് ഇത് തന്നെയല്ലേ ഇവിടെ തമച്ചുണ്ടല്ലോ പടിപടിയായിട്ട്, പിന്നെയും ഇത് തന്നെ ഇവിടെ തുടങ്ങുന്നത് കൊണ്ട് എന്താ നേട്ടമെന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം ഹോസ്പിറ്റൽസില് വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ഇനിയും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഇനിയും പുതിയത് ചിലപ്പോ ഉയർന്നു പൊങ്ങിന്നൊക്കെ വരാം. നമ്മുടെ ശരീരത്തിൽ എത്രയൊക്കെ ഓർഗൻസ് ഉണ്ടോ ആ ഓരോ ഓർഗൻസിനെയും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ഫീൽഡൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് ഓരോ ഓർഗൻസിലും ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ ഇന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ഫീൽഡ് ഓഫ് സ്റ്റഡി എടുത്ത് പഠിക്കുന്നവരുണ്ട്. അതുപോലെ നമ്മുടെ കണ്ണിന്റെ ഡിസോർഡേഴ്സ്, കണ്ണിന്റെ സ്ട്രക്ചറിന്റെ ഡിഫക്റ്റുകൾ, കണ്ണിന്റെ ഘടനയുണ്ടല്ലോ, കണ്ണിനൊരു ഘടനയുണ്ട്, ആ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഇപ്പൊ ചിലപ്പോ കണ്ണൊക്കെ വേറെ ഒരു സ്ഥലത്തേക്ക് ഇരിക്കുക, അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റ്, അല്ലെങ്കിൽ കണ്ണിന്റെ എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ്, ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്ന പ്രൊഫഷൻ, അതിനെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് വിളിക്കുക. ഞാൻ എഴുതി തരാം കേട്ടോ. അത് ഒപ്റ്റോമെട്രി എന്നാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ സെന്റൻസിൽ ഞാൻ എഴുതി തരാം, ക്ലാസ് ചെയ്താം. ഓക്കെ, മനസ്സിലാക്കുക നിങ്ങൾ. നെക്സ്റ്റ് വൺ എന്താ, ഓർത്തോപ്റ്റിസ്റ്റ് ആണ്. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്സ് ആണ്. ദേ ആർ ഓൾസോ പ്രൊഫഷണൽസ്. അവരും പ്രത്യേകം എടുത്ത് ഏതെങ്കിലും കാര്യത്തിൽ പഠിച്ച് വൈദഗ്ധ്യം നേടിയവരാണ്. അവരെന്തിൽ വേണോ ഇപ്പൊ കൂടുതൽ വൈദഗ്ധ്യം നേടിയെന്ന് അറിയാമോ? ഡിഫക്ട്സ് ഓഫ് അവർ ഐ, മൂവ്മെന്റ് പ്രോബ്ലംസ് ഓഫ് അവർ ഐ. ഓക്കെ, ആൻഡ് ഓൾസോ ദ പ്രോബ്ലംസ് ഹൗ ദ ഐ വർക്ക് ടുഗദർ. അതായത് നമ്മുടെ കണ്ണുകളൊക്കെ രണ്ടും ഒരുപോലെ പ്രവർത്തിക്കണം.
അല്ലെ? അതിന്റെ എന്താ പറയാ പ്രവർത്തനങ്ങളുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കണം. അതിന് ഉദാഹരണം പറയുന്നതാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ബൈനോക്കുലർ വിഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു വസ്തുവിനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഇമേജ് നമ്മുടെ കണ്ണിന്റെ എന്താ പറയാ റെറ്റിനയിലും ഒക്കെ പതിയുന്നതിന്റെ ഒക്കെ ഒരു രൂപമൊക്കെ ഉണ്ടല്ലോ, അത് പതിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വസ്തുവിനെ സ്ട്രെയിറ്റ് ആയിട്ട് എപ്പോഴും നോക്കുന്ന എങ്ങനെയാ, ഒരു നേരെ ഒരു വിഷനാണ് നമുക്കുള്ളത്. ആ വിഷനിലേക്ക് നമ്മൾ ആ വസ്തുവിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനെയാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ബോത്ത് ഐസ് വർക്ക് ചെയ്യുന്നത് ടുഗദർ ആയിട്ടുള്ള ആ രീതിയിൽ അല്ല എങ്കിൽ അവിടെ എന്തെങ്കിലും കണ്ണിന്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് അതിനൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന എക്സ്പേർട്ടുകളാണ് അത് പഠിച്ചെടുത്ത അതിൽ പ്രഗത്ഭരായിട്ടുള്ള എന്താ പറയാ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ അവര് ഈ പറയുന്ന ബൈനോക്കുലർ വിഷനിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ വേർഡ് ഓർത്തോപ്റ്റിസ്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം, അത് ആ ഒരു വേർഡ്, അങ്ങനെ ഒരു വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ആ ഗ്രീക്ക് വേർഡ് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഒരു വേർഡും അതുപോലെ തന്നെ ഒപ്റ്റിക്കോ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഓർത്തോസ് എന്ന് പറയുന്ന രണ്ട് വേർഡുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രീക്ക് വേർഡ്സ് ആണ്. ഓർത്തോ മീൻസ് സ്ട്രെയിറ്റ്, നേരെ. ബൈനോക്കുലർ വിഷൻ, രണ്ട് കണ്ണുകളും ഒരേ രീതിയിൽ. ബൈനോക്കുലർ, ബൈ മീൻസ് നമുക്കറിയാലോ രണ്ട് കണ്ണുകളും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് നമുക്ക് ആ ഒരു വിഷൻ സാധ്യമാക്കുന്ന രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ടുകളാണ്. അതുകൊണ്ട് ഓർത്തോസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് എന്നും അതുപോലെ തന്നെ ഒപ്റ്റിക്കോസ് എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുന്ന ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ വേർഡുകളുടെ മീനിങ് മറക്കണ്ട കേട്ടാ. ഓർത്തോസ് സ്ട്രെയിറ്റ് എന്നും ആൻഡ് ഒപ്റ്റിക്കോസ് അതിന്റെ റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായി ബന്ധപ്പെട്ടത് എന്നും അർത്ഥമുള്ള രണ്ട് വേർഡുകൾ കളക്ട് ചെയ്തിട്ടാണ് ഓർത്തോപ്റ്റിക് അല്ലെങ്കിൽ ഓർത്തോപ്റ്റിസ്റ്റ്. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോപ്റ്റിക്കില് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ഡോക്ടേഴ്സ്, അവരെയാണ് നമ്മൾ, അത്തരം എക്സ്പേർട്ടുകളെയാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് വിളിക്കുക. അതും ഈ ഒഫ്താൽമോളജി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഓഫ്താൽമിക് ഇമേജിങ് എന്ന് വെച്ചാൽ നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകം എന്താ പറയാ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, കണ്ണിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിച്ച് ടു മേക്ക് ഡീറ്റെയിൽഡ് ഇമേജസ്. അതായത് ഈ കണ്ണിന്റെ ചില ഇമേജസ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ മോണിറ്ററിലൊക്കെ പതിപ്പിച്ച് അതിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പഠനങ്ങൾ നടത്തേണ്ടി വരും. ഇപ്പൊ കണ്ണിന്റെ ആ ഒരു സ്ട്രക്ചർ എന്താണെന്ന് ഇങ്ങനെ പുറമേ നിന്നും നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന എക്യുപ്മെന്റുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് ഇമേജസ് ആയിട്ട് കമ്പ്യൂട്ടറിലൊക്കെ സിസ്റ്റത്തിലെ മോണിറ്ററിലൊക്കെ പഠിപ്പിച്ച് അതിന്റെ എന്താ പറയാ ഇമേജിംഗ് ടെസ്റ്റിലൂടെ എന്ത് ചെയ്യുന്നു, കണ്ണിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു. എന്നിട്ട് അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഓഫ്താൽമിക് ഇമേജിംഗ് എന്ന് വിളിക്കുക. ഇമേജിംഗ് ടെസ്റ്റ് ആണത്. ഓക്കെ, നമ്മുടെ റേഡിയോളജിയിൽ പോലത്തെ ഒരു ഇമേജിംഗ് കണ്ണിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അതൊരു എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് സ്പെഷ്യലിസ്റ്റുകൾ ഇത് ഉപയോഗിച്ച് അവരുടെ കണ്ണിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതും അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതും. ക്ലിയർ ആയോ? അപ്പൊ ഈ കണ്ണിന്റേതായ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് നമ്മുടെ ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലുള്ളത്. പ്രധാനമായിട്ടും ഒഫ്താൽമോളജി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്, ലേസർ ട്രീറ്റ്മെന്റ്, ഒപ്റ്റോമെട്രി, ഓർത്തോപ്റ്റിസ്റ്റ്, ദെൻ ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒഫ്താൽമിക് ഇമേജിംഗ്, ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് ബൈനോക്കുലർ വിഷൻ. അതുമായി ബന്ധപ്പെട്ട് അപ്പൊ ബൈനോക്കുലർ വിഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന എക്സ്പേർട്ടുകൾ, അവരാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതിനകത്ത് ഒപ്റ്റോമെട്രി എന്താണെന്ന് നമുക്കൊന്ന് എഴുതി വെക്കാം. അതുപോലെ തന്നെ ബൈനോക്കുലർ വിഷൻ ആവശ്യമുണ്ടെങ്കിൽ എഴുതിയാൽ മതി, ചിലർക്കൊക്കെ അത് അറിയാതിരിക്കാം. ഓക്കെ, അറിയില്ലെങ്കിൽ ഒന്ന് വെറുതെ വേഗം ഒന്ന് അങ്ങോട്ട് നോട്ട് ചെയ്താ പറ്റില്ലേ? എഴുതാൻ നോട്ടൊക്കെ ഇല്ലേ കയ്യില്? നോട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കും, ടെക്സ്റ്റ് ബുക്കിന്റെ അരികത്ത് എവിടെയെങ്കിലും എഴുതി വെച്ചാലും മതി. ആ ഒരു വേർഡ് എഴുതിയിട്ട് ഒന്ന് അങ്ങോട്ട് എഴുതി വെക്കാം. ഒപ്റ്റോമെട്രി ചെയ്താ കേട്ടോ ആദ്യം. ഒപ്റ്റോമെട്രി ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. ഹെൽത്ത് കെയർ പ്രൊഫഷൻ that involves examining പരിശോധന, examining the eyes and related structures, കണ്ണുമായി ബന്ധപ്പെട്ടത്
related structures comma defects പോരായ്മകള് comma abnormalities of eyes, അപാകതകൾ of eyes, abnormalities of eyes. അപ്പൊ കണ്ണിന്റെ സ്ട്രക്ചർ, അതിന്റെ പോരായ്മകള്, അപാകതകളൊക്കെ മനസ്സിലാക്കി അതിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ, ആ ഒരു തൊഴിൽ അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്നവർ, അവരെയാണ് നമ്മൾ ആ ഒരു പ്രൊഫഷനെ, ആ ഒരു തൊഴിലിനെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് വിളിക്കുക. ആ ഒരു പ്രത്യേക പ്രൊഫഷനെയാണ് വിളിക്കുന്ന പേര് ഒപ്റ്റോമെട്രി. നെക്സ്റ്റ് വൺ ബൈനോക്കുലർ വിഷൻ. ഓർത്തോപ്റ്റിസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. ബൈനോക്കുലർ വിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഓർത്തോപ്റ്റിസ്റ്റ്. ഓക്കെ, യെസ്, ഓക്കെ. ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിൽ ഇവിടെ സ്പീറ അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി എഴുതാം. നെക്സ്റ്റ് വൺ ബൈനോക്കുലർ വിഷൻ. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. എബിലിറ്റി ടു മെയിൻറ്റെയിൻ വിഷ്വൽ ഫോക്കസ്. നമ്മുടെ കണ്ണിന്റെ കാഴ്ച കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ, ഫോക്കസ് ചെയ്യിപ്പിക്കാൻ സാധിപ്പിക്കുന്നത്, അതിനുള്ള കഴിവ്. വിഷ്വൽ ഫോക്കസ് ഓൺ ആൻ ഒബ്ജക്ട് with both eyes creating a single visual image. അതായത് ഒരു വസ്തുവിനെ, ആ വസ്തുവിലേക്ക് രണ്ട് കണ്ണുകളും ഒരുമിച്ച് നമ്മൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ വിഷൻ സാധ്യമാക്കുന്ന രീതിയിൽ, അതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് വിളിക്കുക. കൊച്ചുകുട്ടികളൊക്കെ ഇല്ലേ, ഞാനൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. കൊച്ചുകുട്ടികളെ, കുഞ്ഞുവാവകളൊക്കെ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴില്ലേ നമ്മള് കൊച്ചുകുട്ടികളൊക്കെ കളിപ്പിക്കും അല്ലെ. നമ്മൾ കളിപ്പിക്കും, വലിയവരും കളിപ്പിക്കും, ചെറിയവരും കൊച്ചുകുട്ടികളും കളിപ്പിക്കും അല്ലെ. മുതിർന്ന അവരുടെ എന്താ പറയാ ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കളിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, എന്തെങ്കിലും സാധനം എടുത്തോണ്ട് വന്നിട്ട് ആ കണ്ണിന്റെ ഇങ്ങനെ അടുത്തുകൊണ്ടെന്ന് വെച്ച് കാണിച്ചു കൊടുക്കും. കാണിക്കാറില്ലേ? കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ പറയാം അത്ര അടുത്ത് വെക്കില്ലേ, കുറച്ച് നീക്കി പിടിച്ച് കാണിക്കേ, അവിടെ അടുത്തുകൊണ്ടേ കാണിക്കില്ലേ. നമ്മൾ തന്നെ അവരെ തിരിച്ചറിഞ്ഞിട്ടാണോ അറിയാതെയാണോ നമുക്കറിയില്ല. അപ്പൊ എന്താണത്? അങ്ങനെ കാണിക്കുമ്പോ എന്തിനായിരിക്കും നമ്മൾ അങ്ങനെ അവരെ എന്താ പറയാ കറക്റ്റ് ചെയ്യിപ്പിക്കുന്നത്? അത്ര അടുത്ത് കൊണ്ടുപോയി കാണിക്കില്ല. അത്ര അടുത്ത് കാണിച്ചാൽ നിങ്ങൾ നോക്ക്, നമ്മളിങ്ങനെ അടുത്ത് നോക്കുമ്പോ എന്ത് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാ നോക്കണേ, നമ്മുടെ കണ്ണിന്റെ സാധനം നോക്കി എവിടെ വന്നേന്ന് അത്രയും അടുപ്പിച്ച് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് എപ്പോഴും ഉണ്ട് അല്ലെ. എന്തൊരു വസ്തുവിനെ നോക്കുമ്പോഴും ബുക്ക് വായിക്കുമ്പോൾ ഇത്ര ആംഗിളിൽ പിടിക്കണം, ഇത്ര ഡിസ്റ്റൻസിൽ പിടിക്കണം എന്നൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അത്രയും അടുത്ത് കുട്ടി വരുമ്പോ അത് ആ കുട്ടിയുടെ കണ്ണ് കുഞ്ഞു ആയതുകൊണ്ട് അതുങ്ങൾ അങ്ങനെ ശീലിച്ച് എപ്പോഴും കണ്ണൊക്കെ ആ രീതിയിലേക്ക് ആയിപ്പോകും. അതുകൊണ്ട് അങ്ങനെ നോക്കാതിരിക്കാനാണ് നമ്മൾ ഒരു സ്ട്രേറ്റ് വിഷൻ, ബൈനോക്കുലർ വിഷൻ കിട്ടുന്ന രീതിയിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അത് ചെറുതിലെ തന്നെ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ്. കൊച്ചുകുട്ടികളിലാണ് ഈ ഒരു ബൈനോക്കുലർ വിഷന്റെ അഭാവമൊക്കെ കാണുന്നത്. മനസ്സിലായ? ലാക്ക് ഓഫ് ബൈനോക്കുലർ വിഷൻ ഈസ് യൂഷ്വലി ഫൗണ്ട് ഇൻ ഇൻഫൻസ്, ശിശുക്കളിലൊക്കെയാണ് ഇത് കൂടുതൽ കാണുക. അത് കറക്റ്റ് ചെയ്ത് നമുക്ക് നേരത്തെ തന്നെ അതൊക്കെ എന്ത് ചെയ്യണം, പറ്റുന്ന രീതിയിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ ആകാതിരിക്കാനായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ പ്രൊവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ നേരത്തെ തന്നെ കാണിച്ചതൊക്കെ കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയല്ലോ? ഒഫ്താൽമോളജി മനസ്സിലായില്ലേ? പോകണ്ടോ അടുത്തതിലേക്ക്? ഓക്കെ, യെസ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ്. എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാകുന്നില്ലേ? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ആരെങ്കിലും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. ആരെങ്കിലും ഉത്തരം പറഞ്ഞോട്ടെ, ഞാൻ മിണ്ടാണ്ടിരിക്കട്ടെ എന്നല്ല. ഒന്ന് എസ് എന്നോ ഒന്ന് തമ്പോ ഒന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്ക് അല്ലെ. അപ്പൊ അത് നമുക്കൊരു എന്താ പറയാ അടുത്ത പോയിന്റിലേക്ക് പോകാനുള്ള ഒരു വെരി ഗുഡ്, അടുത്ത പോയിന്റിലേക്ക് പോകാനുള്ള ഒരു സിഗ്നൽ ആണ് ആ ഒരു തമ്പോ അല്ലെങ്കിൽ യെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എനിക്ക് മനസ്സിലാവുന്നിട്ടാണോ ഇത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്ന് തോന്നൽ വരിക. അതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. യെസ്, ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഓർത്തോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ട് ഹാൻഡിൽസ് ദ പ്രോബ്ലംസ് ഓഫ് അവർ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം. നമ്മുടെ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. മസിൽസ്, സ്കെലിറ്റൻ അല്ലെ, ബോൺസ് അല്ലെ. മസിൽസ് അറിയാലോ, മസിൽസും അതുപോലെ ബോൺസും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ബോണസ് എന്നായിരിക്കും നിങ്ങളുടെ നോട്ടില്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണേ. ബോണസ് എന്നല്ല, ബോൺസ് എന്നാണ്. BONES ആണ്. സ്പെല്ലിംഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോയതായിരിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ നോട്ടില് അത് ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം. അല്ല കറക്റ്റ് ആയിട്ടാണെങ്കിൽ ഓക്കെ, വെരി ഗുഡ്, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ എന്റെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നോട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ? നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ?
കാണുന്നില്ലേ എല്ലാവരും? അപ്പൊ അതിനകത്ത് ഒരു ചെറിയ തെറ്റുണ്ട് കേട്ടോ. ES ആണ് ബോൺസ്, നമ്മുടെ എല്ലുകള്, അസ്ഥികള്, മസിൽസ്, ടെൻഡൻസ്, ഈ കാലിന്റെ ഈ എന്താ പറയാ ഈ നമ്മുടെ ഫുട്ടിന്റെ ഭാഗത്തെ ബാക്കിലുള്ള ഒരു ഞരമ്പ് പോലത്തെ സാധനമില്ലേ, അതൊക്കെയാണ്. ലിഗമെന്റ് അതെവിടെ ഉണ്ടാവണേ? മുട്ടിന്റെ അവിടെ. ഈ കളിക്കാർക്കൊക്കെ എപ്പോഴും ലിഗമെന്റ് പ്രോബ്ലംസ് ഒക്കെ വരും. സ്പോർട്സ് ഒക്കെ കൂടുതൽ സ്പോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കായിക അഭ്യാസികൾക്കൊക്കെ എപ്പോഴും വരുന്ന പ്രോബ്ലം ആണ് ഈ ലിഗമെന്റ് പ്രോബ്ലം. കാരണം പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ അവർക്ക് മുട്ടിന്റെ അവിടെ നിന്നൊക്കെ ഉണ്ടാകുമ്പോഴില്ലേ നമ്മുടെ മുട്ടിന് അതൊരു എല്ലാം കൂടി ഒക്കെ ഒരു ജോയിന്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണല്ലോ. പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടേക്കൊക്കെ മുട്ടുകാലൊക്കെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അതിനകത്തൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്കൊക്കെ വരുന്ന ഒരു അസുഖമാണ് ലിഗ്മെന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ലിഗ്മെന്റ് മുട്ടിന്റെ അവിടെയുള്ളതാണ്. ടെൻഡൻസ് നമ്മുടെ ബാക്കില്, അതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഞരമ്പ് പോലത്തെ സാധനം പോയിട്ടുണ്ട്. അത് പിന്നെ എന്താ പറയാ, നമ്മുടെ റീപ്ലേസിംഗ് ഓഫ് ബോൺസ്, എന്തെങ്കിലും അസ്ഥികൾ മാറ്റം വയ്ക്കുക, ഹിപ്പ് റീപ്ലേസ്മെന്റ്, ഈ എന്താ പറയാ നടുവിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഇടുപ്പ് ഭാഗത്തു നിന്നൊക്കെ റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. നീ ക്യാപ്പ്, മുട്ടിന്റെ ചിരട്ട, അതന്നെ ഇടുപ്പ്, അതാണ് ഹിപ്പ് റീപ്ലേസ്മെന്റ്. നീ എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടുകാലിന്റെ ചിരട്ട എന്നൊക്കെ പറയില്ലേ, മുട്ടുകാലിന്റെ അവിടെ ഇങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ അതൊരു ചിരട്ട എന്നൊക്കെയാണ് ആളുകൾ പറയാം. അതിനെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യുന്നത് ഇതെല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. അപ്പൊ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, മസിൽസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ടെൻഡൻസ്, ലിഗ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ്, ബോൺ റീപ്ലേസ്മെന്റ്, ഇതൊക്കെ നമ്മുടെ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ട്രീറ്റ്മെന്റ് ഫോർ ഔട്ട് പേഷ്യൻസ് ഓൾസോ. ഔട്ട് പേഷ്യന്റുകൾക്ക്, ഔട്ട് പേഷ്യന്റ് സർവീസസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അവരുടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഇപ്പൊ ചിലപ്പോ നമ്മുടെ കുട്ടികളൊക്കെ എവിടെയെങ്കിലും ഓടിച്ചാടി ഇരിക്കുന്നതൊക്കെ വീണ്ടും കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകും. അത് എന്താ പറയാ, ചിലപ്പോൾ കെട്ടി തൂക്കിയൊക്കെ ഇടും. ഒറ്റ ദിവസത്തെ ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അല്ലെ, അല്ലാതെ കൂടുതൽ ദിവസമൊന്നും നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ട. അതുകൊണ്ടാണ് OP വിഭാഗത്തിലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്ന കാരണം. വീട്ടിച്ചുമ്പളിഞ്ഞൊക്കെ വീണിട്ട് വല്ല കയ്യോ കാലോ ഒക്കെ ഓടിക്കോ, അല്ലെങ്കിൽ വിരലിന് ചിലപ്പോൾ ബോൺ എല്ലിന് എന്തെങ്കിലും പറ്റി അതിനൊന്ന് കിടത്തി ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അത് അവർ അപ്പൊ തന്നെ അത് എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റർ മറ്റൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വിടും. അതുകൊണ്ടാണ് OP വിഭാഗമായിട്ടും ഇതിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ കാലിന്റെ ബാക്കിൽ ഒരു ഞെരുപ്പൊരു സാധനമില്ലേ, ആ ഒരു എന്താ പറയാ, അതാണ് എന്താ പറയാ, ഇനി മലയാളത്തിൽ എന്ത് പറയുമല്ല, മലയാളത്തില് ടെൻഡൻസ് എന്തോ ഞരമ്പാണ്, ഞരമ്പെന്ന് പേര് പറയും അതിന്, എന്തോ ഒരു പേരുണ്ടല്ലോ അതിന്, മലയാളം ഉണ്ട്. ദശനാരി ചലന ഞരമ്പ്, യെസ് അത് തന്നെയാണ് ദശനാരി, അങ്ങനെ എന്റെ പേര് കേട്ടാ. അപ്പൊ ചലന ഞരമ്പ് അല്ലെങ്കിൽ ദശനാരി എന്നാണ് ടെൻഡൻസ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? ഇനി അവിടെ അപ്പൊ എല്ലുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള പൊട്ടലുകൾ, എല്ലുപൊട്ട്, ഇതൊക്കെ നമുക്ക് OP വിഭാഗത്തില് ഈ പറയുന്ന ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഓൾസോ ഡിസ്ലൊക്കേഷൻസ്. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കുഴ തെറ്റുക എന്ന് പറയില്ലേ നമ്മള്, ചിലപ്പോഴൊക്കെ ചില മൂവ്മെന്റിൽ നമുക്ക് പെട്ടെന്ന് കുഴ തെറ്റും. കൈയുടെ മുട്ടിന്റെ കുഴ തെറ്റാം, ഇവിടുന്ന് കുഴ തെറ്റാം. ചില കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴ തെറ്റും. അതൊരു ഏജ് വരെ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് ഓക്കെ ആയിക്കോളും. അപ്പൊ ഒരു പർട്ടിക്കുലർ ഏജ് വരെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സാധനത്തിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കൈയൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കേണ്ട സമയത്തൊക്കെ ഇവിടുന്ന് അത് ഡിസ്ലൊക്കേറ്റ് ആകും. ഈ ലൊക്കേഷൻ ഉണ്ട് ഇവിടെ, ഇതൊക്കെ എല്ലാം കൂടി ഒരു ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ച ഒരു കുത്തുകളൊക്കെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചാണ് വെച്ചാൽ അത് തെറ്റിപ്പോകും. അപ്പൊ അത് ഊർന്ന് പോരുമ്പോ അത് എന്ത് ചെയ്യാം, നമുക്കത് പിടിച്ചിടാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോട്ടെ. യെസ്, നെക്സ്റ്റ് വൺ പീഡിയാട്രിക്സ് ആൻഡ് നെയ്നറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. പീഡിയാട്രിക്സ് ആൻഡ് നിയോനെറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. പീഡിയാട്രിക്സ് എന്ന് കേട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ അറിയാം, ബിക്കോസ് നമ്മളെല്ലാവരും കൊച്ചുങ്ങളൊക്കെ ആയിട്ട് പല പ്രാവശ്യവും നമുക്ക് പോകേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റ് ഫോർ ജനറൽ പീഡിയാട്രിക്സ്, അതായത് ഇത് ഇൻപേഷ്യൻസും അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസിനും വേണ്ടിയിട്ടുള്ളതാണ്. ഫോർ സിക്ക് ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ, കൊച്ചുകുട്ടികൾക്ക് അതുപോലെ തന്നെ ശിശുക്കൾക്കും, കുട്ടികൾക്കും അതുപോലെ ശിശുക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകം ജനറൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ആ പീഡിയാട്രിക്സിന്റെ നമ്മൾ ഗൈനക്കോളജിയില് ഓങ്കോളജിയിലൊക്കെ പഠിച്ചതുപോലെ ഈ പീഡിയാട്രിക്സിനും ഒരു സബ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിന്റെ തന്നെ ഒരു സബാണ്. സബ് എന്ന് പറയുമ്പോൾ പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ താഴെ അതിനെ കുറച്ചുകൂടി വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനെറ്റോളജി. അത് എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് മെഡിക്കൽ കെയർ ഫോർ ന്യൂ ബോൺ ചിൽഡ്രൻ, അല്ലെ, കൊച്ചുകുട്ടികൾ, ഇപ്പൊ ജനിച്ച ശിശുക്കളില്ലേ,
മറ്റേതെന്ന് പറഞ്ഞാൽ പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചിട്ട് നമുക്ക് എപ്പോഴൊക്കെ പിന്നീട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലം. അതാണ് ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ജനറൽ OP അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പീഡിയാട്രിക്സിനെ പറയുന്നത്. അതേസമയം നിയോനാറ്റോളജി എന്ന് പറയുന്നത് ഇപ്പൊ ജനിച്ചു കഴിയുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നവജാത ശിശുക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, പിന്നെ അവരുടെ എന്തെങ്കിലും അസുഖങ്ങള്, പ്രീമച്വർ ബേബീസ് ഉണ്ടാവൂലേ, അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ചില കുട്ടികൾക്ക് 6ആം മാസത്തിലും 7ആം മാസത്തിലൊക്കെ പ്രസവിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ്, പീഡിയാട്രിക്സിന്റെ സബ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നിയോനേറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? രണ്ടും ഒന്ന് തന്നെയാണോ? ആണോ? പീഡിയാട്രിക്സും അതുപോലെ തന്നെ നിയോനേറ്റോളജിയും ഒന്ന് തന്നെയാണോ? അല്ല. പീഡിയാട്രിക്സിന് അകത്ത് മറ്റൊരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്നതാണ്. അത് കൂടുതൽ സ്പെഷ്യൽ കെയർ അവിടെ കൊടുക്കുന്നത് ന്യൂ ബോൺ ബേബീസിനും പ്രീമച്വർ ബേബീസിനുമാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അവർക്കുണ്ടാകുന്ന ഇൽനെസ്സുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിനകത്ത് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ വരെയുണ്ട്. നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ദോസ് ഹു ആർ the children those who are born premature, matured ആകുന്നതിന് മുമ്പ് ജനിച്ചു കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നന്നായി കെയർ കൊടുക്കണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി ICU അവർക്ക് സ്പെഷ്യൽ ഉണ്ട്. അല്ലാണ്ട് വലിയ ആളുകളുടെ ICUലേക്കൊന്നും അല്ല കൊണ്ടുപോയി അവരെ കിടക്കുക. ചിലപ്പോൾ അതായത് അതിനെയാണ് നമ്മൾ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ NICU എന്നതിന്റെ ഷോർട്ട് ഫോം ഉണ്ട്, ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി ഇങ്ങനെ മെഡിക്കൽ കെയർ വിച്ച് ഇസ് ഗിവൺ ടു ദിസ് പ്രീമച്വർ ബേബീസ് ഓഫ് ലോ വെയിറ്റ് അല്ലെ, നമ്മൾ ജനിക്കുമ്പോ തന്നെ ഭയങ്കര ലോ ബർത്ത് വെയിറ്റ് ആയിട്ട് ജനിക്കുക, തൂക്കക്കുറവായിട്ട് ജനിക്കുക, ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, വളർച്ച കുറവ്. അതായത് ജനിച്ചപ്പോ ഇത്രയും കിലോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് പ്രീമച്വർ ബേബീസ് ആണെങ്കിലും 2 കിലോയോ 1.5 കിലോ ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിലും അത് നിങ്ങൾക്ക് ഇൻക്യുബേഷൻ ഒക്കെ ചെയ്ത് അതുങ്ങൾക്ക് ആവശ്യത്തിന് പ്രോപ്പർ കെയർ ഒക്കെ നന്നായി കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് ആവശ്യത്തിനുള്ള വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലെ. അങ്ങനെയുണ്ട്. പക്ഷേ എന്നിട്ടും ചില കുട്ടികൾ എന്താ പറയാ, ജനിച്ചതേ തന്നെ തൂക്കക്കുറവില് ആവശ്യത്തിന് ഡേയ്സ് ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ജനിച്ചേക്കുന്നത്. പക്ഷെ എങ്കിലും ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വളർച്ച ഇല്ലാതിരിക്കുക, അതിനെയാണ് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വിളിക്കുക. അതാണ് കേട്ടോ. അപ്പൊ വളർച്ചക്കുറവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങള്, ബർത്ത് ഡിഫക്റ്റ്, ജന്മന ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ചില കുട്ടികൾക്ക് ഇന്ന് ജന്മന തന്നെ പല അസുഖങ്ങളൊക്കെ ഉണ്ട്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അങ്ങനെ പല വൈകല്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് നമ്മളുടെ നിയോനേറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അങ്ങനെ കൂടുതൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ നല്ല കെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ NICU നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കായിരിക്കും ട്രീറ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് പീഡിയാട്രിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ പീഡിയാട്രിക് സർജറിയും നടക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ട സർജറി ട്രീറ്റ്മെന്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ സർജിക്കൽ കണ്ടീഷൻസ് ആർ ഓൾസോ പെർഫോംഡ് അപ് ടു ദ ഏജ് ഓഫ് 15 years. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സർജറി വരെ നടത്തി കൊടുക്കുന്നതാണ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? അപ്പൊ അതിനു കൂടി വേണ്ടിയിട്ടുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ എത്രയെങ്കിലും നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ട് അറിയണം. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് ചെലഞ്ഞ് ആവശ്യമില്ല. കാരണം നമ്മൾ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളല്ല, കെയറിങ് കൊടുക്കുന്നത് നമ്മളല്ല. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ബിക്കോസ് വി ആർ ഗോയിങ് ടു ബി എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള കാര്യം മറക്കണ്ട. നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാനാണ് പഠിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും വാട്ട് ആർ ദ ഫങ്ഷൻസ്, അവിടെ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നടക്കുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ രീതിയിലാണ് അവിടുത്തെ ട്രീറ്റ്മെന്റുകൾ നടക്കുന്നത്, അതൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് എന്തായാലും കിട്ടണം. അതിന് വേണ്ടിയിട്ട് നോട്ട് കൃത്യമായി വായിക്കണം. അതാണ് ഞാൻ പറയുന്നത്. നോട്ട് കൃത്യമായി വായിക്കണം. മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ പരീക്ഷ എന്ന് പറയുന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കരുത്. ലക്ഷ്യം എന്തായിരിക്കണം? എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണോ? അല്ല. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്? അതെ, അതാണ് നമ്മുടെ ജോബ്. നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം അതാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു മാർഗമാണ് ഈ പഠനം, വായിക്കല്, പരീക്ഷ എന്നൊക്കെ ഉള്ളത്. പക്ഷെ മാർഗം ഏതായാലും ലക്ഷ്യം പ്രധാനമാണ് എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സെന്റൻസുകൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്നതാണ്. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഈ പീഡിയാട്രിക്സ് അല്ലെങ്കിൽ നിയോനേറ്റോളജി ഡിപ്പാർട്ട്മെന്റില്? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത് പോകാം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്
സൈക്യാട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. സൈക്യാട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. എന്താണ് സൈക്യാട്രി? ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വിച്ച് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഇമോഷണൽ ബിഹേവിയർ ഓർ കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ് എക്സെട്ര. അല്ലെ? അതായത് നമുക്കുണ്ടാകുന്ന ഇമോഷൻസ് സംബന്ധമായിട്ടുള്ള, ബിഹേവിയറൽ സംബന്ധമായിട്ടുള്ള, നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിന്റെ സംബന്ധമായിട്ടുള്ള ചില പാകപ്പിഴകൾ, ചില ഡിസ്റ്റർബൻസുകൾ, എല്ലാത്തിന്റെയും ഡിസ്റ്റർബൻസ് ആണ്. ഇമോഷണൽ ഡിസ്റ്റർബൻസ്, ബിഹേവിയറൽ ഡിസ്റ്റർബൻസ്, കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ്. എന്താ കോഗ്നിറ്റീവ്? വൈജ്ഞാനിക ബുദ്ധിപരമായിട്ടുള്ള ഡിസ്റ്റർബൻസ്. ഇതെല്ലാം ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ അത്തരം വ്യക്തികൾ എല്ലാം കൂടി ഒരുമിച്ച് ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴാണ് അത്തരം വ്യക്തികൾക്കാണ് എന്തുണ്ടാകുക? സൈക്യാട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉപയോഗപ്രദമാകുക. അത് അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തി ചിലപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലാണോ ഇങ്ങനെ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിൽ പോകേണ്ടി വരിക? എന്തായാലും എല്ലാവരും ഒരേ മെന്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് കൊണ്ടാണോ ഈ സൈക്യാട്രിയെ സമീപിക്കുന്നത്? ഒരേപോലെയുള്ള കാര്യങ്ങൾക്കാണോ? അല്ല. ഒരു പനി വരുന്നു, ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു തരം പനി, ഒരു തരം അസുഖമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാ? അത് ആ ഒരു എന്താ പറയാ രോഗാണു അവിടെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും ആ കോമൺ ആയിട്ട് അത് തന്നെയായിരിക്കും. പക്ഷേ മെന്റൽ ഇൽനെസ് എല്ലാവർക്കും ഒരുപോലെയല്ല ഉണ്ടാകാൻ. എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ, സംഭവങ്ങൾ, ഇവന്റുകൾ, ഇൻസിഡന്റുകളൊക്കെ ആയിരിക്കാം അതിന് കാരണം. അപ്പൊ അത് എന്ത് ചെയ്യണം? എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും, പഠിച്ചെടുക്കേണ്ടി വരും ഡോക്ടേഴ്സ്. അല്ലാണ്ട് മുന്നിൽ വന്നിരിക്കുന്ന ആളെ കാണുമ്പോ ഇയാൾക്ക് ഇന്നതുകൊണ്ടാണ് ഇങ്ങനെ രോഗം വന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ അവരുടെ ഈ പറയുന്ന ഇമോഷൻസ്, അവരുടെ ബിഹേവിയേഴ്സ്, അവരുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കി അതിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്ത് ആൻഡ് ഓൾസോ ദേ ഹാവ് ടു പ്രിവെന്റ്, ഇനി അത് വരാതിരിക്കാനുള്ള മെഷേഴ്സ് കൂടി ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സോ ഈ ഇത്തരം ഡിപ്പാർട്ട്മെന്റിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഇവരുടെ രോഗത്തിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തണം, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം, ആൻഡ് ഓൾസോ അതിന് വേണ്ടിയിട്ടുള്ള അത്തരം രോഗങ്ങൾ ഇനി വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇവര് ശ്രദ്ധിക്കണം. ഓക്കെ. ആൻഡ് ഓൾസോ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഗിവ്സ് സം എക്സ്ട്രാ സർവീസസ്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് പല സേവനങ്ങളും ഉണ്ട്. ഈ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് പല സേവനങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താത്? പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. ഇവർക്ക് ഒരു മാനസിക സാമൂഹിക ഒരു കൗൺസിലിംഗ് കൊടുക്കുക. ഇത്തരം അസുഖങ്ങളായിട്ട് തങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക്, പേഷ്യൻസിന് അവർക്ക് ചികിത്സകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു കൗൺസിലിംഗ്, അവരുടെ മെന്റൽ ഇഷ്യൂസിന്റെ കാരണങ്ങളൊക്കെ കണ്ടെത്താനും അല്ലെങ്കിൽ അവരെ നോർമൽ സ്റ്റേജസിലേക്ക് കൊണ്ടുവരാനും വേണ്ട ചില കൗൺസിലിംഗ്. ചില ആളുകളുടെ കൗൺസിലിംഗ് ഒക്കെ നടത്തി കഴിയുമ്പോൾ എന്താണ് അവർക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ കണ്ടെത്തുക, അതിനുവേണ്ടിയിട്ട് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്, അല്ലെ? സൈക്യാട്രിക് ഇൽനെസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അത് പ്രിവെന്റ് ചെയ്യണം. ദെൻ കണ്ടക്ടിങ് IQ ടെസ്റ്റ്. എന്താ IQ ടെസ്റ്റ്? നമ്മുടെ ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയും അതിന്. IQ, ഇന്റലിജൻസ് കോഷ്യന്റ്. യെസ്, അതന്നെ, ഇന്റലിജൻസ് കോഷ്യന്റ് ടെസ്റ്റുകൾ നടത്തുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിയൊക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ്. നമ്മൾ പറയില്ലേ, കമ്പ്യൂട്ടർ ഹാവ് നോ IQ എന്ന് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുന്ന ആദ്യ ക്ലാസ്സുകളിലല്ലേ. കമ്പ്യൂട്ടർ എന്താണ്, ആരാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടറിന്റെ കുറെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കും, അല്ലെ? അതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് നമുക്ക് പഠിക്കും. അതോടൊപ്പം തന്നെ ചില ഡിസഡ്വാൻറ്റേജസും അതിനകത്ത് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടേഴ്സ് ഹാവ് നോ IQ. കമ്പ്യൂട്ടറിന് എന്തില്ല? ഇന്റലിജൻസ് കോഷ്യന്റ് ഇല്ല. ദാറ്റ് മീൻസ് അതിന് ഒരു സ്വന്തമായി ചിന്തിച്ചെടുക്കാനുള്ള കഴിവില്ല. ചില പ്രവർത്തനങ്ങളെ എല്ലാ കാര്യവും നമ്മൾ എല്ലാം നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് ചെയ്യുന്നതാണോ? അല്ല. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ചെയ്യുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു ബസ് വരുന്നു. ബസ് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ അത്രയും നേരമൊക്കെ റോഡിന്റെ നടുവിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധമായിട്ട് കെയർലെസ് ആയിട്ട് റോഡിന്റെ സൈഡിൽ കൂടിയാണ് നടന്നു പോകേണ്ടതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ അശ്രദ്ധമായിട്ട് അന്നേരം വണ്ടിയൊന്നും വാഹനമൊന്നും വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നടുക്കിൽ കൂടി നടന്നു പോകുന്നു. നമ്മുടെ മുമ്പിൽ നിന്ന്, ഓപ്പോസിറ്റ് നിന്ന്, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു വണ്ടി വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? അതിന് പോകുന്ന രീതിയിൽ നമ്മളുടെ വഴി നമ്മളങ്ങോട്ട് മാറിക്കൊടുക്കും. നിങ്ങളുടെ വഴിയാണ്, എന്റെ വഴിയാണ്, അതുകൊണ്ട് നീ മാറി, ഞാൻ ആദ്യം പോട്ടേന്ന് പറഞ്ഞ് നമ്മളവിടെ വഴി പോലെ നിൽക്കോ? തീർച്ചയായിട്ടില്ല. സോ അതിന് നമുക്കൊരു IQ നമുക്ക് കിട്ടിയത് എവിടെന്നാ? നമുക്കത് അറിയാം. വി ഹാവ് ടു ഡു സച്ച് തിങ്സ്, അല്ലെ? നമ്മൾ ആക്ട് ചെയ്യണം. ചില കാര്യങ്ങൾക്ക് നമ്മളുടെ മൈൻഡിലേക്ക്, നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യും. കാലിലേക്ക് ബ്രെയിൻ എന്ത് ചെയ്യും? ഒരു ഇൻഫർമേഷൻ കാലിലേക്ക് പാസ് ചെയ്യുന്നത് മൂവ് ചെയ്യും.
നീ അവിടെ മാറ്, ബസ് പോണം എന്നുള്ള കാര്യം. അത് IQ ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അപ്പൊ ഇങ്ങനെ അബ്നോർമൽ ആയി പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ മൈൻഡ് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ്. അപ്പൊ അവർ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നിട്ട് അത് ശരിയായി എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ IQ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. പിന്നെ ഡി അഡിക്ഷൻ IQ ടെസ്റ്റ് ചെയ്തു കൊടുത്ത ഒരാൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ജസ്ന ജെസ്സി. വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നമുക്ക് അത് കഴിയുമ്പോൾ ചോദിക്കാം. IQ ടെസ്റ്റ് എങ്ങനെയാ നടത്തിയത് നമുക്കൊന്ന് ചോദിക്കാം. ജസ്ന നമുക്ക് വേണ്ടി അതൊന്ന് ഷെയർ ചെയ്യേണ്ടതായിരിക്കും. അപ്പൊ ഞാൻ അന്നേരം ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. ഇപ്പൊ ജസ്ന, പേര് ഞാൻ മറന്നില്ല, ജസ്ന. ഓക്കെ. അപ്പൊ ഇനി എന്താ, ഡി അഡിക്ഷൻ സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്, അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡി അഡിക്ഷൻ സർവീസസ് ചില ആളുകളൊക്കെ ഇത്തരം മെന്റൽ അബ്നോർമാലിറ്റീസ് കാണിക്കുന്നതിന്റെ ഒരു റീസൺ എന്തായിരിക്കാം, ചില എന്തെങ്കിലും കാര്യങ്ങൾ പർട്ടിക്കുലർ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്ത് അഡിക്റ്റഡ് ആയി പോകുന്നതാകാം. എല്ലാവരും പറയും എന്തെങ്കിലും എന്താ പറയുക ലിക്കർ അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് അഡിക്റ്റഡ് ആയി, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അഡിക്റ്റഡ് ആകുന്നവരുണ്ട്. അത് മാത്രമൊന്നുമല്ല, ചില ആളുകൾ മറ്റു പല കാര്യങ്ങളിലും അഡിക്റ്റഡ് ആണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിൽ അഡിക്റ്റഡ് ആകുക, ഏതെങ്കിലും പ്രത്യേക ആളുകളിൽ അഡിക്റ്റഡ് ആകുക, എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്ട് എന്ന് വെച്ചാൽ അത് ചിലപ്പോ അതിൽ അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് വഴിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ ആകുമ്പോൾ അബ്നോർമൽ മൈൻഡഡ് ആയി പോവുക. ഓക്കെ. അപ്പൊ അങ്ങനെയും എന്ത് ചെയ്യും, അഡിക്റ്റഡ് ആയി പോകുന്നവരുണ്ട്. അങ്ങനെ അഡിക്റ്റഡ് ആയി പോകുന്നവർക്കും ഇത്തരം ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണം, അത്തരം ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് ആ അഡിക്ഷനിൽ നിന്നും അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളവരില്ല ഈ മെന്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഇത്തരം ആളുകളെ ചില എന്തെങ്കിലും മറ്റ് കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് ചില പ്രവർത്തനങ്ങളൊക്കെ, ചില ജോലികളാകാം, ചില ചെറിയ ഹാൻഡിക്രാഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കലാകാം. അപ്പൊ അവരുടെ മൈൻഡിനെ അങ്ങനെ റിലാക്സ് ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് ആ കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെയുള്ള ചില സേവനങ്ങളും സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സൈക്കാട്രി പ്രൊവൈഡ് ചെയ്യുന്ന ചില സർവീസസ് ആണ് പ്രൊവൈഡിംഗ് സൈക്കോസോഷ്യൽ കൗൺസിലിംഗ്, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് psychiatric illness, conducting IQ tests and also the addiction services. ക്ലിയർ ആയോ? സൈക്യാട്രിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തെടുത്തോട്ടെ. പൾമനോളജി എന്ന് പറയുന്നതാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്. Yes, next one is pulmonology department, which provides medical treatment, diagnosis and treatment for the diseases of our lungs or respiratory system. നമ്മുടെ ശ്വാസോച്ഛ്വാസ സമ്പ്രദായം, അതുപോലെ ലങ്സ് അല്ലെ, ശ്വാസകോശം സംബന്ധമായിട്ടുള്ള ഡിസീസസ്. അപ്പൊ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങൾ, രോഗങ്ങൾ അല്ലെങ്കിൽ ലങ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ഓർ ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. ഇവിടെ കാഷ്വാലിറ്റിക്ക് കുറെ പേരുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ പൾമനോളജിയുടെ പേരുകൾ മറക്കണ്ട, അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താ പറയാ, ഇറ്റ് ട്രീറ്റ്സ് ഡിസീസസ് ലൈക്ക് കോമൺ ആയിട്ട് ഇതിനകത്ത് എന്താ പറയാ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഡിസീസസ് ആണ് അലർജി പ്രോബ്ലംസ്, ബ്രോങ്കൈറ്റിസ്, ഒരു തരം പ്രത്യേക ചുമയാണ്, അതാണ് ബ്രോങ്കൈറ്റിസ്. ഈ എന്താ പറയാ ഒരു ഡ്രൈ ആയ പോലെയുള്ള ചുമയൊക്കെ വരില്ലേ, അതായത് കഫക്കെട്ടല്ലാതെ പോലെയുള്ള ഒരു ചുമയൊക്കെ വരും, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് അത്ര പെട്ടെന്നൊന്നും മാറില്ല, അതൊക്കെ ഇങ്ങനെ ബ്രോങ്കൈറ്റിസ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലങ്സ് ക്യാൻസർ ആർ ഓൾസോ ട്രീറ്റഡ് അണ്ടർ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. ഇനി പൾമനോളജിസ്റ്റുകളാണ്, അതായത് പ്രൊഫഷണൽസ് ഹു ആർ സ്പെഷ്യലി അപ്പോയിന്റഡ് ടു ട്രീറ്റ് അണ്ടർ പൾമനോളജി, അവരെയാണ് നമ്മൾ പൾമനോളജിസ്റ്റുകൾ എന്ന് വിളിക്കുക. അവര് ഈ പറയുന്ന നമ്മളുടെ which is caused to our lungs, നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഡിസീസസ്, അതുകൂടാതെ കണ്ടീഷൻസ് ഓഫ് അവർ ചെസ്റ്റ്, നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ടത്, ന്യൂമോണിയ, ഇതൊക്കെ എന്തായി മാറും പിന്നീട്, ചുമ വന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പനിയായി മാറി പിന്നെ അത് ന്യൂമോണിയയിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. ആസ്തമ പ്രോബ്ലംസ്, ട്യൂബർകുലോസിസ്, TB അല്ലെ, ഇപ്പൊ അതൊന്നും കോമൺ ഒന്നും അല്ല. TB ഒക്കെ പണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്, എപ്പോഴും ഇങ്ങനെ ചുമയൊക്കെ ആയിട്ട് കുറെ എന്താ പറയാ, കൂടുതലും സ്മോക്കിംഗ് ഒക്കെ ഹാബിറ്റ് ഉള്ളവർക്ക് പണ്ടൊക്കെ എപ്പോഴും വരുമായിരുന്നു ട്യൂബർകുലോസിസ് ഒക്കെ. പിന്നെ മാത്രമല്ല ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഇന്നിപ്പോ ചുമയൊക്കെ കുറച്ച് നാളുകളൊക്കെ ഇങ്ങനെ ഒരു മാസവും 2 ആഴ്ചയൊക്കെ 2-3 ആഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചെസ്റ്റിനെ ഇൻഫെക്റ്റഡ് ആക്കും.
അങ്ങനെയുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് പൾമനോളജിയിലാണ്. ആ ഓരോ രോഗത്തിന്റെ വടിതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാട്ടാ. അലർജി, ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ, ഇത് കൂടാതെ ചെസ്റ്റ് കണ്ടീഷൻസ്, ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, ആസ്തമ, ദെൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് കണ്ടീഷൻ ഇൻഫെക്ഷൻസ്, ഇതൊക്കെ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ക്യൂർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിനകത്തൊന്നും നമുക്ക് എക്സ്ട്രാ നോട്ടൊന്നും എഴുതാനില്ല, ഓൾറെഡി അവിടെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്തെങ്കിലും മനസ്സിലാവായിക്കുണ്ടോ? സെന്റൻസുകൾ അവിടെ കിടക്കുന്ന സെന്റൻസ് തന്നെ ഞാൻ പറയുന്നുള്ളൂ, അത് ഞാൻ വായിക്കുന്നില്ല എന്ന് മാത്രം, അത് വായിക്കേണ്ടത് നിങ്ങളാണ്. ബിക്കോസ് നിങ്ങൾ വായിക്കണം, നിങ്ങൾ വായിച്ചാൽ അത് ഈ പറഞ്ഞ കാര്യമൊക്കെ ഇവിടെ ഉണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. അത് വായിച്ച് സെന്റൻസ് വായിച്ചതിന്റെ നിങ്ങൾ പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷും മലയാളവും ഒന്നുമല്ല. ഇംഗ്ലീഷും മലയാളം ഹിന്ദിയൊക്കെ നമ്മൾ അങ്ങനെയാണ് വായിച്ചു കൊടുക്കുക അല്ലെ? വല്ല സ്റ്റോറി ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ സെന്റൻസ് വെച്ച് നമ്മൾ അർത്ഥം പറഞ്ഞു കൊടുക്കും. അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്കും അവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഇല്ലേ? യെസ്, വെരി ഗുഡ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അത്ര പഠിച്ചാൽ പൊട്ടാത്ത സെന്റൻസ് ഉണ്ടെങ്കിൽ ഞാനത് അങ്ങനെ പറഞ്ഞിട്ട് പറയാറുണ്ട് കേട്ടോ, അതിന്റെ മീനിങ് ഇങ്ങനെയാണെന്ന്. അപ്പൊ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് യു ക്യാൻ ഓൾസോ റീഡ് ഇറ്റ് ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബൈ സെന്റൻസ് നമ്മൾ വായിക്കാൻ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ് അത് നമ്മുടെ മനസ്സിൽ പതിയുള്ളൂ. ഞാൻ വായിച്ചാൽ എന്റെ മനസ്സിലേ പതിയുള്ളൂ. നിങ്ങളല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കണ്ട, ഞാൻ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് നിങ്ങൾ അവിടെ സെന്റൻസിൽ കൂടി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ സെന്റൻസ് നമ്മൾ വായിച്ചു നോക്കണം. ടീച്ചർ പറയുന്നത് ശരിയാണെന്നാവോ, അതൊക്കെ ഈ പറഞ്ഞതിനകത്ത് ഉണ്ടോ എന്ന് നമ്മൾ വായിച്ചു നോക്കിയാലേ അറിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വായിക്കാത്തത് സെന്റൻസ്. ഓക്കെ, മാത്രമല്ല അങ്ങനെ നമ്മൾ ഓരോ സെന്റൻസ് വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വായിച്ചു നോക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ എനി സെന്റൻസ് ഐ വിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ, then the next department is plastic surgery. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാ? പ്ലാസ്റ്റിക് സർജറി. കേട്ടിട്ടുണ്ടോ പ്ലാസ്റ്റിക് സർജറി? ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഇതൊക്കെ ഇന്ന് കോമൺ ആയി. ഇന്നൊക്കെ ഈ രോഗങ്ങളുടെ അവസ്ഥകളും അതുപോലെ തന്നെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര പരിചിതമാണ്. അതൊന്നും വലിയ കാര്യമായിട്ട് ഇന്ന് പണ്ടത്തെ പോലെ ഒന്നും പഠിപ്പിക്കണ്ട. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണം. കാരണം ഇന്നും നമ്മൾ എന്നും എപ്പോഴും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഒക്കെ ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. രോഗമായിട്ട് ഇന്നതായി, ഇങ്ങനെയായി, അവിടെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ ഇന്ന ട്രീറ്റ്മെന്റാ കൊടുത്തേ. അപ്പൊ ആളുകൾ പറഞ്ഞൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിലും നമുക്ക് അതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ ഒരു സാധനമാണ് ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷെ എങ്കിലും വി നോ അബൌട്ട് ഇറ്റ്. നമുക്ക് അറിയാം അത് എന്താണ് നടക്കുന്നത് അവിടെ നിന്ന് അല്ലെ? അപ്പൊ എന്താണ് ഇതെന്ന് പറയുന്നത്? ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി മെഡിക്കൽ സയൻസ് ആണ്. അതായത് സർജറി ആണ് ഇവിടെ കൂടുതലും നടക്കുക. വിച്ച് ഫോക്കസ് ഓൺ ദ സർജിക്കൽ റിപ്പയർമെന്റ് ഓർ ഡിഫക്ട്സ് ഓർ എനി ഫോംസ് ഓർ ഫങ്ഷൻസ് ഓഫ് അവർ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിന്റെ ഫങ്ഷനിങ്ങില്, അതിന്റെ സ്ട്രക്ചേഴ്സില് ഉണ്ടാകുന്ന ഡിഫക്റ്റുകളൊക്കെ ഫോക്കസ് ചെയ്ത് അതിന്റെ പ്രത്യേക രീതിയിലുള്ള സർജറിയിലൂടെ ആ ഡിഫക്റ്റുകൾ, പോരായ്മകളൊക്കെ മാറ്റി കൊടുക്കുന്ന ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. സർജറി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് സർജറി അത് രണ്ട് സ്പെഷ്യാലിറ്റീസ്, വീണ്ടും നമ്മൾ ഓങ്കോളജിയിലൊക്കെ പറഞ്ഞതുപോലെ ഇവിടെയും സബ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എല്ലാ പ്ലാസ്റ്റിക് സർജറിയും നെസസറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരമാണ് ഇവിടെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്ന ഈ സ്പെഷ്യാലിറ്റീസ്, സബ് സ്പെഷ്യാലിറ്റീസ്. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സർജറി എന്തിനായിരിക്കാം നമ്മൾ കേട്ടിരിക്കുന്നത്? പ്ലാസ്റ്റിക് സർജറി നമ്മൾ കേട്ടേക്കുന്നത് എന്താ? ഇപ്പൊ ആരെങ്കിലും ഒക്കെ വലിയൊരു ആക്സിഡന്റ് ഒക്കെ നടത്തി, ഇപ്പൊ നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ എന്താ പറയാ, ആക്സിഡന്റിന്റെ സമയത്ത് മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉറങ്ങി ഈ വശത്തുള്ള ഇപ്പൊ ചീലിന്റെ അവിടെ അല്ലെങ്കിൽ ചീക്കിന്റെ അവിടെയൊക്കെ ഉള്ള ഇത് മുഴുവനും ഒക്കെ ഇങ്ങനെ ഇളക്കി അങ്ങനെ പോയി അങ്ങനെ എന്നൊക്കെ വിചാരിക്കാം. സോ അങ്ങനെ വരുമ്പോ നമുക്കറിയാം ഇത് റിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു അത്യാവശ്യമാണ്. കാരണം നമ്മുടെ മുഖത്തല്ലേ, നമ്മൾ മനുഷ്യന്മാരെ നോക്കുമ്പോൾ ആദ്യം തന്നെ കാണും നമ്മുടെ മുഖമാണ്. അപ്പൊ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആളുകൾ ഒയ്യോ എന്ന് നമുക്ക് ഒരു എക്സ്പ്രഷനിലേക്ക് ആളുകളെ കൊണ്ടുപോകും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കറക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം, നെസസറി ആണത്. ഓക്കെ, അതൊരു നെസസറിയാണ്. അപ്പൊ അങ്ങനെ നെസസറി ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കുള്ള സർജിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പൊ അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറിൽ എന്തെങ്കിലും പോരായ്മകള്, മാറ്റങ്ങള് ഡ്യൂ ടു ആക്സിഡന്റ് ആകാം, ജന്മനയാകാം, ഇങ്ങനെ ഉണ്ടാകുന്ന ചില ഡിഫക്റ്റുകളെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. അത്തരം സർജറിയാണ് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് വിളിക്കാം. നമ്മുടെ ഫങ്ഷണൽ ഡിഫക്റ്റുകള്, അതുപോലെ നമ്മുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിഫക്റ്റുകള്, അതൊക്കെ കറക്റ്റ് ചെയ്ത് സർജറിയിലൂടെ കറക്റ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ്
കൊടുക്കുന്നതാണ് സർജിക്കൽ ഓർ നമ്മുടെ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്സിഡന്റ് വരുന്നത് അല്ലെങ്കിൽ ജനിച്ചപ്പോ കുട്ടിയുടെ താടിയിൽ അല്ലെങ്കിൽ കഴുത്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റോടുകൂടി മാറി നിൽക്കുക അല്ലെങ്കിൽ ചെരിഞ്ഞിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെയുള്ള ചില ഡിഫക്റ്റ് ഇപ്പൊ ഈ ചുണ്ട് ഒക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ മുറിഞ്ഞത് പോലെയൊക്കെ തോന്നും അല്ലെ, അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആയിട്ടാണ് നമുക്ക് അതിനെ പറയാൻ സാധിക്കും. കാരണം ഇറ്റ് വാസ് എ ഡിഫക്ട്, അതൊരു ഡിഫക്റ്റ് ആയിരുന്നതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യുന്നു. നമ്മൾ ആ ഡിഫക്ട് പോരായ്മകളെ നമ്മൾ നികത്തുന്നു എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് വിളിക്കുന്നത്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് പുറത്ത് ജനിച്ചു പോന്നു കഴിഞ്ഞപ്പോ ഇത്തരം ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റിലൂടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, അത് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നു, പുനർ സ്ഥാപിക്കുന്നു അതിനെ. അതാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. ഇത്രയും വിശദമായി പറയുന്നതിന്റെ കാരണം തൊട്ടടുത്തത് എന്താണെന്ന് അറിയാമോ? കോസ്മെറ്റിക് സർജറിയാണ്. കോസ്മെറ്റിക് സർജറിയിൽ എന്താ പ്രത്യേകത? ഇത് നെസസറി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. ഇറ്റ്സ് എ ലക്ഷറി എന്ന് പറയാം നമുക്ക്. ഇതൊരു ആഡംബരമാണ്. ഇറ്റ് എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് അവർ ബോഡി. ഇതെന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്? ഈ കോസ്മെറ്റിക് സർജറി എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയുടെ അപ്പിയറൻസ് വർദ്ധിപ്പിക്കാൻ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് എന്താ പറയാ, സെലിബ്രിറ്റീസ്, ഫിലിം സ്റ്റാർസുകളൊക്കെ അവരുടെ എന്താ പറയാ അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവരുടെ അത്യാവശ്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദെയർ ഓർ കണക്റ്റഡ് വിത്ത് ദെയർ പ്രൊഫഷൻ. അവരുടെ ജോലി സംബന്ധമായിട്ട് അവർക്ക് അത് കറക്റ്റ് ചെയ്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. അധികമായിട്ട് ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അവർക്ക് എന്താ പറയാ ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ, സിനിമാ നടികളാണെങ്കിലും അവർക്ക് വിവാഹമൊക്കെ കഴിക്കണം. വിവാഹം ചെയ്തു കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ബോഡിയൊക്കെ എന്താകും, ഇച്ചിരികൂടിയൊക്കെ സ്ട്രക്ചറൊക്കെ മാറും. അപ്പൊ ആ സ്ട്രക്ചറൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അവരുടെ ബ്യൂട്ടി എന്നേക്കുമായിട്ട് നിലനിർത്തണമെങ്കിൽ, അപ്പിയറൻസ് ഓഫ് ദ ബോഡിയെ എൻഹാൻസ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് കോസ്മെറ്റിക് സർജറിയാണ്. അപ്പൊ അത് എന്ന് പറയുന്നത് എന്താണ്? അത് അത്യാവശ്യം ആണെന്നല്ല, അത് അവർക്ക് അത്യാവശ്യമായിരിക്കും, പക്ഷെ അതൊരു ലക്ഷറി ആയിട്ടുള്ള കാര്യമാണ്. മറ്റേതെന്താ, നമ്മുടെ ബോഡിയിൽ ശരിയായിട്ടുള്ള സ്ട്രക്ചറിൽ നിന്നും പുറമെ വ്യതിചലിച്ച് ഏതെങ്കിലും സ്ട്രക്ചറൽ ഡിഫക്ട്സ് ഉണ്ടായാൽ അത് കറക്റ്റ് ചെയ്യുന്നതാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അപ്പൊ അതിനുവേണ്ടിയിട്ട് ഈ കോസ്മെറ്റിക് സർജറി ഒക്കെ നടത്തുന്ന ആൾക്കാർ ഒരുപാട്, ഇപ്പൊ നമുക്കറിയാം പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ത്രീകൾക്കൊക്കെ വയറൊക്കെ കുറച്ചാണ് അല്ലെ. സർജിക്കൽ ട്രീറ്റ്മെന്റുകളിലൂടെ ഈ വയറിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പഴയ രീതിയിൽ, വടിവത്ത രീതിയിൽ, അല്ലെങ്കിൽ വിസിബിൾ ആകാത്ത രീതിയിലൊക്കെ നമുക്ക് ആക്കി മാറ്റാൻ സാധിക്കും. അതിന് ഒത്തിരി എന്താ പറയാ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അത്തരം കാര്യങ്ങളാണ് കോസ്മെറ്റിക് സർജറിയിൽ നടത്തുക. ഓക്കെ, നമ്മളുടെ അപ്പിയറൻസ് വർദ്ധിപ്പിക്കാൻ ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. മുഖത്തിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്ലാസ്റ്റിക് സർജറി. അപ്പൊ രണ്ട് മേജർ ആയിട്ടുള്ള 2 സബ് സ്പെഷ്യാലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും അതുപോലെ തന്നെ കോസ്മെറ്റിക് സർജറിയും. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ OP ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തീരും. പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങൾ പറയുന്നെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞില്ല. യെസ്, ഓക്കെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. ഓക്കെ, ദെൻ യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തത്. ഓക്കെ, യൂറോളജി, ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വിച്ച് ഫോക്കസസ് ഓൺ സർജിക്കൽ ആൻഡ് മെഡിക്കൽ ഡിസീസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റം ആൻഡ് ഓൾസോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് സിസ്റ്റം, എന്താ, നമ്മുടെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ, അതായത് യൂറിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ളതാണ്. അത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് ഫുള്ളി കോൺസെൻട്രേറ്റ്, മറ്റൊരു കാര്യത്തിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്, അത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനാണ്. നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഒരു ഡിപ്പാർട്ട്മെന്റ് പരിചയപ്പെട്ടിരുന്നു, അത് ഗൈനക്കോളജി ആയിരുന്നു അല്ലെ. എന്നാൽ ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പൊ നമ്മൾ പറയും റീപ്രൊഡക്ഷൻ രണ്ടും കൂടി ചേർന്നാണ് അല്ലെ, മെയിൽ ആൻഡ് ഫീമെയിൽ കൂടി ചേർന്നാണ്. ഫീമെയിലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗൈനക്കോളജിയിൽ പോകാം. ഫീമെയിലിന് മാത്രമായിരിക്കും റീപ്രൊഡക്ഷനുമായിട്ട് പ്രശ്നം ഉണ്ടാകുക? അല്ല, മെയിൽസിനും ചിലപ്പോഴൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് യൂറോളജി എന്ന് പറയുന്നത്. അപ്പൊ യൂറോളജിയിൽ വരുന്ന ചില ഓർഗൻസ്, ആ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന യൂറിനറി ഡിസോർഡേഴ്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന യൂറോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചില ഓർഗൻസിന്റെ പേരുകൾ പറയുന്നുണ്ട്, അവയവങ്ങളുടെ പേരുകൾ.
അഡ്രിനൽ ഗ്ലാൻഡ്, കിഡ്നി, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, അതായത് ബ്ലാഡർ എന്താണ് യൂറിൻ സംഭരിച്ചു വെക്കുന്ന ബ്ലാഡർ കേട്ടോ, യുറേത്ര, അതായത് എന്താ പറയുക യൂറിൻ പാസ് ചെയ്ത് പോകുന്ന ആ ഡക്റ്റ്, ആ ഒരു ചെറിയ ദ്വാരം, ആൻഡ് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ എല്ലാ അവയവങ്ങളും. അപ്പൊ ഇതെല്ലാം നമ്മുടെ യൂറോളജിയിൽ ഉള്ള ഓർഗൻസ് ആണ്. ഇതിലൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഈ പറയുന്ന അവയവങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ യൂറോളജിയിൽ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ചികിത്സയുണ്ട്. യൂറോളജി ഓൾസോ മാനേജ് ദ മെഡിക്കൽ കണ്ടീഷൻസ്. ഇനിയും മറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, നമുക്കറിയാം യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകൂലേ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നവരുണ്ട്. സർജിക്കൽ കണ്ടീഷൻസ്, ഇപ്പൊ ബ്ലാഡറിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അത് ഓപ്പറേഷൻ ചെയ്യണം, അതുപോലെ അതിന് വേണ്ടിയിട്ട് വരുന്ന സർജറീസ്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ആണ്, ഒരു ഗ്രന്ഥിയാണ്, പുരുഷന്മാരിൽ കാണപ്പെടുന്നതാണ്. പുരുഷന്മാരുടെ റീപ്രൊഡക്റ്റീവ് വ്യവസ്ഥയിലെ റീപ്രൊഡക്ഷനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്. അവരുടെ ഉത്പാദനവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. അതിനകത്ത് ചിലർക്ക് ക്യാൻസർ വരും. അതിങ്ങനെ അബ്നോർമലായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നത് ഒരുതരം ഡിസീസ് ആണ്. അങ്ങനെ വരുമ്പോൾ റീപ്രൊഡക്ഷനെ അത് ബാധിക്കും, പ്രത്യുത്പാദനത്തെ ബാധിക്കും. അങ്ങനെ ചിലപ്പോൾ കുട്ടികളില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്ത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നത്, കിഡ്നി സ്റ്റോൺസ് ട്രീറ്റ് ചെയ്യുന്നത്, ആൻഡ് കോൺജനിറ്റൽ അബ്നോർമാലിറ്റീസ്, ജന്മന ഉണ്ടാകുന്ന അസുഖങ്ങളും ഉണ്ട് ഇതുപോലെയൊക്കെ തന്നെ അല്ലെ. റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ആളുകളിൽ ചിലപ്പോൾ ജന്മന ഉള്ളതായിരിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതും ട്രീറ്റ് ചെയ്യുന്നത് യൂറോളജിയിൽ. ആൻഡ് ഓൾസോ ട്രോമാറ്റിക് ഇഞ്ചുറി, ട്രോമാറ്റിക് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ആഘാതത്തിൽ നിന്നുണ്ടാകുന്ന ചില ഇഞ്ചുറീസ് അല്ലെ. ചില ഇഞ്ചുറീസ് ഒക്കെ നമ്മളിപ്പോ വല്ല വീഴ്ചയൊക്കെ പണ്ട് കാലത്തൊക്കെ നടത്തി, വണ്ടി ഓടിച്ച് പോകുമ്പോഴോ അപ്പൊ വണ്ടിയുടെ ഹാൻഡിലോ എവിടെയെങ്കിലും വന്ന് നന്നായിട്ടൊക്കെ മുട്ടി, അപ്പൊ അതൊക്കെ അതൊരു ട്രോമ ആണ്. അത് അതിൽ നിന്നുണ്ടാകുന്ന ഇഞ്ചുറി ചിലപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതൊക്കെ അന്നേരം നമ്മളത് മനസ്സിലാക്കിയില്ല, ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല, അത് അവിടെ ഇങ്ങനെ കിടക്കും. പിന്നീട് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കണ്ടെത്തുക. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് യൂറോളജിയാണ്. യൂറോളജിയിലെ ഓർഗൻസ് ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്, അന്തസ്രാവി ഗ്രന്ഥികള്, യുറേറ്റേഴ്സ്, അങ്ങനെ ഒഴുകുന്ന ആ ഒരു നാളിയാണത്. യൂറിനറി ബ്ലാഡർ, അത് സംഭരിച്ചു വെക്കുന്ന സ്ഥലമാണ്. യുറേത്ര, അത് പുറത്തേക്ക് പാസ് ചെയ്യുന്ന ഒരു ഡക്റ്റ്, ഒരു ഓപ്പണിംഗ് ആണ് അത്. പിന്നെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം തന്നെ ഇതിനകത്ത് യൂറോളജിയിൽ വരുന്ന ഓർഗൻസ് ആണ്. ആൻഡ് ഓൾസോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, സർജിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് ബ്ലാഡർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതൊക്കെ സർജറിയിലൂടെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നു, ട്രീറ്റ് ചെയ്യുന്നു. കിഡ്നി സ്റ്റോൺസ് അതുപോലെ തന്നെ. ആൻഡ് ഓൾസോ കോൺജനിറ്റൽ അബ്നോർമാലിറ്റീസ്, ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വൈകല്യങ്ങൾ. ക്ലിയർ ആയോ? ഇതെല്ലാമാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഇതിനെല്ലാമാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ നമ്മളുടെ പഠിച്ചുകൊണ്ടിരുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ OP വിഭാഗത്തില് കൊടുക്കുന്ന ചില സർവീസസ്, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് OP വിഭാഗത്തിലുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, കണ്ണിന്റെ അല്ലെ. അതിന്റെ അകത്ത് ഓരോ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ വായിച്ചു നോക്കി പഠിക്കണം. എഴുതി തന്നായ എക്സ്ട്രാ നോട്ട് കൂടി ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേക്കാം. പിന്നെ ഓർത്തോപെഡിക്സ് അല്ലെ, ബോൺസ്, മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പീഡിയാട്രിക്സ്, കുട്ടികളുടെ, ഇൻഫന്റ്സ്, ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 15, 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ട്രീറ്റ്മെന്റ് ഉള്ള സ്ഥലം. അവിടെ അവർക്കുണ്ടാകുന്ന സർജറിക്കൽ ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്. പ്രീമിച്ചർ ബേബീസിന് വേണ്ടിയിട്ടും അതുപോലെ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് ഇതിനകത്തൊരു സബ് സ്പെഷ്യാലിറ്റി ഉണ്ട്, നിയോനേറ്റോളജി. പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത്. സൈക്യാട്രി, നമ്മുടെ ഇമോഷണൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസുകൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്ഥലമാണ് സൈക്യാട്രി. പൾമനോളജി, ചെസ്റ്റ് മെഡിസിൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെഡിസിൻ അല്ലെങ്കിൽ റെസ്പിറോളജി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ലങ്സ് അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. Then plastic surgery, medicine which focus on surgical repairment of any defects or functions of human body. Human bodyയുടെ ഫങ്ഷൻസ്, ഡിഫക്റ്റുകൾ, പോരായ്മകൾ, അപാകതകളൊക്കെ സർജറി ട്രീറ്റ്മെന്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി ആൻഡ് യൂറോളജി എന്ന് പറയുന്നത്. ഫിമെയിൽ, മെയിൽ, അതുപോലെ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ IQ ടെസ്റ്റ് എങ്ങനെ നടത്തിയെന്ന് ജസ്ന പറയണമെന്ന് പറഞ്ഞില്ലേ? ജസ്ന ഒന്ന് പറയാമോ നമുക്ക് വേണ്ടി? Jasna, how have you conducted the IQ test? ഒന്ന് പറയും മോനെ, ഒന്ന് പറഞ്ഞേ വേഗം, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അത് നമ്മള് എന്താ പറയാ,
ആദ്യം അവരെ മാനസിക പ്രായം അതുപോലെ യഥാർത്ഥ പ്രായം ഈ മെന്റൽ ഏജും ക്രോണോളിക്കൽ ഏജും കൂടി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കും. എന്നിട്ട് അതിന്റെ ആൻസർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യല്. അതിനൊരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ക്വസ്റ്റ്യനെയർ ഉണ്ടാവും. അത് ആദ്യം അവരെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് അത് ആൻസർ ചെയ്യാൻ പറയും. ക്വസ്റ്റ്യൻസ് പോലെയാണ്. എന്നിട്ട് ആ ആൻസർ വെച്ച് അത് എല്ലാ ഇതും ഉണ്ടാവും. ലിംഗ്വിസ്റ്റിക്, ലോജിക്കല്, മാത്തമാറ്റിക്കൽ, മ്യൂസിക്കൽ, അങ്ങനെ എല്ലാ ഇതും കൂടെ ഉൾപ്പെട്ട ഒരു ഉണ്ടാവും. എന്നിട്ട് അവരോട് അത് ചെയ്യാൻ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മള് അതിന്റെ ആൻസർ കീ ഉണ്ടാവും. അതിൽ വെച്ചിട്ട് അതിന് ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ആ പോയിന്റ് വെച്ചിട്ട് IQ ടെസ്റ്റ് ചെയ്യും. അതില് എന്നിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഏതിലാണ് സ്ട്രോങ് എബിലിറ്റി ഉള്ളതെന്ന് നമ്മൾ നോക്കുക. അതായത് കൂടുതൽ പോയിന്റ് ഏത് മേഖലയിലാണോ അതിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ IQ ഉള്ളത്. അങ്ങനെ അത് ചിലപ്പോ മ്യൂസിക്കലാവും, അല്ലെങ്കിൽ അവർക്ക് ആത്മീയമായിട്ട് തന്നെ സ്പിരിച്വൽ ആയിട്ട്, അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ആവും, എല്ലാരായിട്ടും ഇങ്ങനെ ഇടപെടാനുള്ള, അങ്ങനെ പല മേഖലയുണ്ട് ഇതില്. അതിൽ ഏതിലെങ്കിലും ഒന്നിൽ ഇൻട്രസ്റ്റ് ഉള്ളതിലായിരിക്കും അവർക്ക്. ഇങ്ങനെ ഇത്തരം സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നവരെ മാത്രമാണോ ഇങ്ങനെ IQ ടെസ്റ്റുകൾക്ക് വിധേയമാക്കുക? അല്ല, എല്ലാവർക്കും ചെയ്യാം. അതിന് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ചില കുട്ടികൾക്ക് തന്നെ ഉണ്ടല്ലോ, ഇപ്പൊ 10 വയസ്സാണെങ്കിലും പറയും 20 വയസ്സിന്റെ ഇതൊക്കെ ആണെന്ന്. അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ IQ ലെവൽ നമുക്കൊന്ന് പരിശോധിക്കാം. പെർസെന്റേജിലേക്കാണല്ലേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടാന്നിട്ട്? റിസൾട്ട് കിട്ടാതെ. അതെ, അത് into 100 ചെയ്യുന്നുണ്ടല്ലോ. സോ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നത് ഈ പറയുന്ന പെർസെന്റേജിലായിരിക്കും. ഇത് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പോണോന്നാണ് അവർ ചോദിക്കുന്നത്? വേണ്ടല്ലോ, വേണ്ട, അങ്ങനൊന്നുമില്ല. ഇതിന്റെ ക്വസ്റ്റ്യനെയർ ഉണ്ടെങ്കിൽ നമ്മളത് നമ്മക്ക് തന്നെ നോക്കാൻ പറ്റും. വെരി ഗുഡ്. അതെ, ശരിയാണ്. ഇതിന് നമുക്കില്ലേ ഇപ്പൊ പറഞ്ഞത് മനസ്സിലാക്കുന്ന അനുസരിച്ച് ഡിഫറെന്റ് ഏരിയാസിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി ഒരു ക്വസ്റ്റ്യനെയർ ഫോർമാറ്റ് അതിന് വേണ്ടി ഉണ്ടെന്ന് മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളിലേക്ക് ആ ക്വസ്റ്റ്യനെയർ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അവരോട് അത് ആൻസർ ചെയ്യാൻ പറയും. അപ്പൊ ആ ആൻസറിന്റെ ഇത് നോക്കി കഴിയുമ്പോൾ അവർ ഏത് മേഖലയിലുള്ള ആൻസേഴ്സ് ആണ് കൂടുതൽ റെസ്പോണ്ട് ചെയ്തേക്കണേ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പ്രൊവൈഡ് ചെയ്തേക്കണേ എന്നൊക്കെ നോക്കി കഴിയുമ്പോൾ ആളുടെ IQ ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ അത് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്നില്ല. അതിന്റെ ക്വസ്റ്റ്യനെയർ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് തന്നെ നമ്മളുടെ കുട്ടികൾക്കും നമുക്കോ തന്നെ വേണമെങ്കിൽ ചെയ്തു നോക്കാം. അപ്പൊ ഏത് ലെവലിൽ ഏത് ഏരിയയിലാണ് നമ്മുടെ IQ മുൻപന്തിയിൽ നിൽക്കുന്നത്? ചിലർക്ക് ചിലപ്പോ ഈ പറയുന്ന പോലെ ആർട്ട്, കലയുമായി ബന്ധപ്പെട്ടിട്ടാകാം, അല്ലെ? അങ്ങനെയൊക്കെ ആകാം. ചിലർക്ക് മാത്സിലായിരിക്കാം നോളജ് കൂടുതലുള്ള. അപ്പൊ അവരുടെ ആൻസറിങ്ങിന്റെ ആ ഒരു രീതി അനുസരിച്ചിട്ടാണ് IQ നമ്മള് അതിന്റെ പെർസെന്റേജ് കണ്ടെത്തുന്നത്. അതിന് ഈ പറയുന്ന അസുഖങ്ങളുള്ളവരിൽ അത് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ അവർ ചെയ്തു നോക്കും. അല്ലാത്തവർക്ക് എവിടെയും പോകണ്ടാന്ന്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോകണ്ടെന്നാണ് അവർ പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം. ഇഫ് ദ ക്വസ്റ്റ്യനെയർ ഈസ് അവൈലബിൾ, നമുക്ക് അതിന്റെ ക്വസ്റ്റ്യനെയർ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്കും ചെയ്തു നോക്കാം എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യനെയർ വേണമെങ്കിൽ എന്റെ അടുത്തുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്.